A+ട്യൂബിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. പലപ്പോഴും പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പല പദ്ധതികളും ഇപ്പോൾ പൊതുജനങ്ങൾക്ക് കൂടി അത്തരം പദ്ധതികൾ സ്വന്തം നിലയിൽ തുടങ്ങാനുള്ള ചില ആനുകൂല്യങ്ങൾ സർക്കാർ തന്നെ അനുവദിച്ച് നൽകി തുടങ്ങിയിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്ക് സ്വന്തം വീട്ടിൽ തന്നെ ഈ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങാനുള്ള അനുവാദം നേരത്തെ നൽകിയിട്ടുണ്ട്. അത് ഇപ്പോൾ പലരും അത് ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നുണ്ട്. അതുപോലെ തന്നെ BSNLൻ്റെ ഒരു പുതിയ പദ്ധതി പ്രകാരം വ്യക്തികൾക്കും അതുപോലെ ഒരു ഗ്രൂപ്പിനും BSNLൻ്റെ ഫ്രാഞ്ചൈസി തുടങ്ങാനുള്ള അനുവാദം നൽകിയിരിക്കുകയാണ്. നമുക്ക് സ്വന്തം നിലയിൽ തന്നെ BSNL മിനി എക്സ്ചേഞ്ച് തുടങ്ങാം എന്ന് സാരം. BSNL എന്നാൽ അറിയാമല്ലോ, നമ്മുടെ സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ഈ സ്വന്തം നിലയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം തന്നെ ആണെങ്കിലും സർക്കാരിൻ്റെ നിയന്ത്രണം അതിൽ ഉണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഇൻ്റർനെറ്റ് വ്യാപിപ്പിക്കാനാണ് സർക്കാർ ഇത്തരം ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതുവഴി സ്വകാര്യ വ്യക്തികൾക്കും സംരംഭകർക്കും ഇൻ്റർനെറ്റ് ദാതാക്കളാകാൻ, ഇൻ്റർനെറ്റ് മറ്റുള്ളവർക്ക് ആ സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാകാനാണ് BSNL ഇപ്പോൾ വേദിയൊരുക്കുന്നത്. ഈ പദ്ധതി വഴി 50% വരെ ലാഭം നമ്മൾ BSNLുമായി പങ്ക് വെക്കേണ്ടി വരും എന്നർത്ഥം. ഇൻ്റർനെറ്റ്, ലാൻഡ് ലൈൻ കണക്ഷനുകൾ സ്വകാര്യ വ്യക്തികൾക്ക് വിതരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഫ്രാഞ്ചൈസി എടുക്കുന്നതിലൂടെ ചെയ്യേണ്ടതായ കാര്യം. ബിൽഡേഴ്സ്, റെസിഡൻസ് അസോസിയേഷനുകൾ, സ്റ്റാർട്ടപ്പുകൾ, സൊസൈറ്റികൾ, കേബിൾ ഓപ്പറേറ്റർമാർ, പ്രാദേശിക സംരംഭകർ എന്നിവർക്കെല്ലാം ഇതിനുള്ള ഫ്രാഞ്ചൈസി കിട്ടും എന്നുള്ളതും മനസ്സിലാക്കുക. 10% മുതൽ 50% വരെ ലാഭം പങ്കുവെക്കണം എന്നുള്ളതാണ് ഈ കരാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് 50 കണക്ഷനുകളുള്ള ഫ്രാഞ്ചൈസിയുടെ ഉടമയ്ക്ക് പ്രതിമാസം 15,000 രൂപ വരെ ലഭിക്കും എന്നുള്ളതാണ് സൂചന. ഫ്ലാറ്റുകളിലും മറ്റ് അതുപോലുള്ള ബിൽഡിങ്ങുകളിലും 50 കണക്ഷനുള്ള ഫ്രാഞ്ചൈസി എടുക്കാൻ ഉപകരണങ്ങളും കേബിളും അടക്കം 75,000 രൂപയോളം മുടക്കേണ്ടി വരും. ഇതിന് ഫ്രാഞ്ചൈസി തുടങ്ങാനുള്ള നമ്മുടെ അറിവ് വികസിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക പരിശീലനം തിരുവനന്തപുരത്ത് കൈമനത്തെ റീജിയണൽ ടെലകോം ട്രെയിനിങ് സെൻറ്റർ വഴി സൗജന്യമായി ലഭിക്കുകയും ചെയ്യും. ഈ ഫ്രാഞ്ചൈസി എടുക്കാൻ എന്ത് ചെയ്യണം? അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലോക്കൽ കേബിൾ ഓപ്പറേറ്റർ ലൈസൻസ് വാങ്ങുക എന്നുള്ളതാണ്. ഇതിനുള്ള അപേക്ഷ നമുക്ക് അവിടെ നിന്ന് തന്നെ ലഭിക്കുകയും ചെയ്യും. മറ്റൊന്ന്, ഈ സൈറ്റ് വഴി ഫ്രാഞ്ചൈസി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള ഈ സൈറ്റിൻ്റെ വിവരം ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. അതുവഴി നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം BSNL നേരിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആവശ്യമായ സൗകര്യങ്ങളും പരിശീലനം നൽകുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ നൽകുക എന്നുള്ളതാണ്. ഇത് കഴിയുമ്പോൾ തന്നെ BSNL ഉദ്യോഗസ്ഥർ നിങ്ങളെ വിളിക്കുകയും നിങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റ് സൗകര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. സ്വകാര്യ വ്യക്തികൾക്കും സംരംഭകർക്കുമെല്ലാം ഇൻ്റർനെറ്റ് നൽകുന്ന ഒരു ഫ്രാഞ്ചൈസിക്കാരനാകാനുള്ള അവസരമാണ് BSNL ഇപ്പോൾ ഓഫർ ചെയ്യുന്നത്. ഈ സ്ഥാപനം കുറേ നാളുകളായി ഒരു സിങ്കിങ് സ്റ്റേജിലേക്ക് പോയതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. റിലയൻസ് ഉൾപ്പെടെയുള്ള മറ്റ് സ്വകാര്യ സംരംഭകർ ഇൻ്റർനെറ്റ് മേഖലയിലേക്ക് കടന്നു വന്നതോടുകൂടി BSNLൻ്റെ മേന്മ പതുക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി. BSNLിലേക്ക് അതുപോലെ തന്നെ കൂടുതലായിട്ട് ഉള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിലും സർക്കാർ വലിയ ശ്രദ്ധ കൊടുത്തില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇത് സംബന്ധിച്ച് പല വാർത്തകളും മുമ്പ് വന്നിരുന്നു.
എന്തായാലും BSNLനെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അവർ ഈ ഓപ്ഷൻ ഉണ്ടാകുമെങ്കിൽ തീർച്ചയായും BSNLിലേക്ക് തിരിച്ചു വരാതിരിക്കില്ല. അതുകൊണ്ട് ഒരു പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ മുതൽ മുടക്കില്ലാതെ തന്നെ BSNLിൻ്റെ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങാം. അതിനെക്കുറിച്ച് ആലോചിക്കുക. നന്ദി.